അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ചു മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, 3 ചോദ്യങ്ങൾ. ഇവിടെ ഈ അനൂപ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കോൺഗ്രസ് പ്രതിനിധിയാണ്. കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാനലുകളിൽ സംസാരിക്കാൻ വരുന്ന ഒരു മനുഷ്യനാണ്. ലേശം ഒരു പ്രതിപക്ഷ ബഹുമാനവും തൊട്ടപ്പുറത്തേക്കുന്ന ആളുകളെ മനസ്സിലാക്കാതെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു ശൈലിയാണ് ഈ അനൂപ് എന്ന് പറയുന്ന ഈ വ്യക്തിക്കുള്ളത്. ഇയാളെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്: നിങ്ങൾ ആ വയനാട്ടുകാർക്ക് വേണ്ടി പിരിച്ച പണം എവിടെ, അത് ഏത് അക്കൗണ്ടിലാണ്, എത്ര തുകയാണ് പിരിച്ചത്? വളരെ സ്പഷ്ടമായിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ. എത്ര പണം പിരിച്ചു? ഒരു ഡിവൈഎഫ്കാരനോട് ചോദിക്കുകയാണെങ്കിൽ അവരത് പോസ്റ്റാക്കി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര പണം പിരിച്ചു. അത് ഏത് അക്കൗണ്ടിൽ? അതിപ്പോ മുഖ്യമന്ത്രി അക്കൗണ്ടിൽ പോയി കിടക്കുന്നുണ്ട്, അതവർ ചെലവഴിച്ചു. എവിടുന്നൊക്കെ പിരിച്ചു, ആരെ അക്കൗണ്ടിൽ ആദ്യം ഉണ്ടായിരുന്നു, എല്ലാം ഓൾ ആൻഡ് എവറിത്തിങ് വ്യക്തമായിട്ട് അവർ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെയായിട്ടും കോൺഗ്രസ്സുകാര് ആ വയനാട്ടുകാരുടെ മൃതശരീരം കാണിച്ചുകൊണ്ട് പിരിച്ച പൈസ ഇല്ലേ, ആ പണം എവിടെയെന്ന് ഒരു തരത്തിൽ നമുക്ക് വിവരം കിട്ടുന്നില്ല. അപ്പൊ സ്പഷ്ടമായിട്ട് മാധു ഇതിൽ കൃത്യമായിട്ടും അനൂപ് എന്ന് പറയുന്ന ആ കോൺഗ്രസ്സുകാരനോട് ചോദിക്കുന്നുണ്ട്, ആ പൈസ എവിടെ? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി. നോക്കൂ, ഉത്തരം പറയില്ല എന്ന് മാത്രമല്ല, കേൾക്കണേ. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ? ഞാനതിലേക്ക് വരാനേ ഞാൻ വരാം മാധു. ഞാൻ എനിക്ക് അനുവദിച്ച സമയത്തിൽ മാധു പറഞ്ഞ ആ വിഷയം സ്പർശിച്ച് അതിന് മറുപടി പറഞ്ഞു. ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. ശരി, അപ്പൊ വയനാട് പറയും. തീർച്ചയായും കൃത്യമായിട്ടും അവരെ മാധു പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വഴിച്ചിരിച്ചു പോകല്ലേ. ഒരൊറ്റ കാര്യം നമുക്ക് ചോദിക്കാനുള്ളൂ, ആ പിരിച്ച പണം ഇവിടെ, ഏത് അക്കൗണ്ടിൽ, എത്ര പൈസ ഉണ്ട്? ആ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ ഈ ചർച്ച തീരുന്നവരെ അനൂപ് എന്ന് പറയുന്ന ഈ പാവം വ്യക്തി, അയാളൊരു ഉത്തരം ഇല്ല, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അയാൾ ഉത്തരം പറയുന്നില്ല. ഒരു സങ്കടകരമായ ദൃശ്യമാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം, ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CPMന്റെ പ്രതിനിധി പറയുന്നത് എന്താണെന്നറിയോ? നേരിട്ടുള്ള സംവാദത്തിൽ മുൻ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ മുഖ്യമന്ത്രി പരിക്ഷീണിതനാക്കി എന്നൊക്കെയാണ്. ഇതൊരു ഫാൻ ബോയ് ഭാവനയാണെന്നേ. മുഖ്യമന്ത്രി അങ്ങനെ നേരിട്ട് ഇവരെയൊക്കെ കുത്തി മലർത്തി തോൽപ്പിച്ചെങ്കിൽ ഇപ്പോഴും നേരിട്ട് വരാൻ എന്താ കുഴപ്പമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഫയൽവാൻ ജയിച്ച് ഫയൽവാൻ തോറ്റ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ നേരിട്ട് തോൽപ്പിച്ചു എന്ന് പറയുന്ന ഏകപക്ഷീയമായ ഞാൻ വയനാടിനെ കുറിച്ച് തന്നെ പറയാം. വയനാട്ടിലേക്ക് ചോദ്യം ഈ വിഷയം ഒരു പോക്കാണ്. ഇവിടെ എനിക്ക് തോന്നിപ്പോയത്, ആ ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കാരണവശാലും അതിന്റെ ഇടപെടാൻ പാടില്ലായിരുന്നു. ഇടപെടരുത്. കാരണം അവർ പറയുന്ന എല്ലാതും ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ഭയങ്കര പ്രശ്നക്കാരാണ് SFIക്കാർ. ശരി, നിങ്ങൾ പറയുന്നൊക്കെ സമ്മതിച്ച്, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു. അതിനിടയിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. കാരണം അയാൾ ഉത്തരം പറയുമെന്ന് അറിയണ്ടേ. ഈ പറയുന്ന നിങ്ങൾ സംസാരിച്ച പോലെ ഇടയിൽ പറയാൻ അറിയാതിട്ടാണോ? കാരണം ഇയാളെ ഇത് പറഞ്ഞിട്ട് നല്ല രക്ഷപ്പെടും. ഞാൻ മാധവും ഞാനുമായിട്ടുള്ള സംഭാഷണം ഇടയിൽ നിന്ന് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കയറി വരേണ്ട കാര്യം കുറച്ചു നേരം കേൾക്ക്. മൻ കി ബാത്ത് നടത്തല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വളരെ തുടക്കത്തിലെ പറഞ്ഞു, തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ, കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. അതിനകത്ത് കോൺഗ്രസ് പറയുന്ന വീട് വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിനെ വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYFI വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, അയാളത് വഴിമാറ്റി കൊണ്ടുപോകുന്ന രീതി കണ്ടു. നോക്കി, ഇപ്പൊ ഇവരെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പണം കൊടുക്കാത്തത് അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല.
ആ പണം പിരിച്ചത്, ആ തുക എത്ര പറയാത്തത് അവർക്ക് പ്രശ്നമായി തോന്നുന്നില്ല. അവർക്ക് പ്രശ്നം അവർ വാങ്ങിച്ചു എന്ന് പറയപ്പെടുന്ന ഭൂമിയുടെ അറ്റത്ത് ഒരു കുടിലെ SFIക്കാരും DYFIക്കാരും കൊണ്ടുപോയി കെട്ടിയതാണ് അനൂപിന് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും മാധു സ്പഷ്ടമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എത്ര തുക, അത് പറയണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ മാധു ചോദിക്കേ, ഈ ചർച്ചക്കാരിൽ ചോദിക്കേ, പയ്യന്നൂരിൽ ഇവരുടെ ഇത് കടുത്ത തന്ത്രമാണ്. ഇത് നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാരില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയട്ടോ. കള്ളക്കളിയല്ല. അല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജയനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എത്ര പണം പിരിച്ചു, ആപ്പെവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. ഇവിടെ ഈ എന്തുകൊണ്ട് പയ്യന്നൂരില്ല? അങ്ങനെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഒരു നേതാവ് വന്ന് അല്ല, അങ്ങനെ അക്കൗണ്ടബിലിറ്റി രണ്ടുപേർക്ക് തുല്യല്ലേ? നടത്തിയ ഒരു ഫണ്ട് പിരിവിനെ ഇവിടെ അനൂപ് ചെയ്യേണ്ടത് അയാളുടെ ആ കാര്യം ശരി. എനിക്ക് ശേഷം നമ്മുടെ CPM-കാരനായിട്ടുള്ള ആ നേതാവ് അവരുടെ കാര്യം പറയട്ടെ, ആ ബാങ്കിന്റെ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കത് പറഞ്ഞത്. പക്ഷെ ഇയാൾക്കത് പറയാനില്ല. ഇതാണ് കോൺഗ്രസ്സുകാർ നമ്മുടെ കേരളത്തിന് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം. നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്ന കോൺഗ്രസ്സുകാരോട് ഞാനൊക്കെ ചോദിക്കുന്നത്, അല്ലോ എവിടെ പൈസ? എൻ്റെ സോഷ്യൽ മീഡിയയിൽ, എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പലപ്പോഴും 1-2 എൻ്റെ പ്രിയ കോൺഗ്രസ്സുകാരായിട്ടുള്ള അടമ്പൻ്റെ കോൺഗ്രസ്സുകാരെ ചില സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ മെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, എടോ നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ഇത് പോയി ചോദിക്കും. ഇനി അത് വാഴപ്പിണ്ടി ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം നട്ടലുണ്ടെങ്കിൽ, ഒരു ആർജവബോധം ഉണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നമുക്ക് രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ ഒരു പ്രസ്ഥാനമായിരുന്നല്ലോ. അന്നേ ഗാന്ധി പറഞ്ഞതാ ഇത് പിരിച്ചുവിടാൻ. എന്തായാലും അവരെ കേട്ടില്ല. എന്തൊക്കെയായാലും അവരോടൊക്കെ ഞാൻ ചോദിക്കാറുള്ളതാണ്, ഇവിടെ ഒരു അല്പാർജം ഉണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്, സാധാരണ ഒരു കോൺഗ്രസ്സുകാരാണെങ്കിൽ ഒന്ന് പോയി ചോദിക്കി, നേതാക്കളെ ഞങ്ങളെ പൈസ എവിടെ, നിങ്ങൾ പിരിച്ചുണ്ടാക്കിയ പൈസ എവിടെ, ഞങ്ങൾ വീടുകളിൽ പോയിട്ട് നാണം കെടുകയാണ്. ഈ ഒരു ചോദ്യം പോലും ഇവർക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. അത് ചോദിക്കാനുള്ള ധാർമ്മികത ഇവിടെ CPM ഇല്ലാതെ എന്ന സംശയം. കാശുണ്ടാക്കുകയാണെന്ന് അല്ല, ഞാനത് പറയാലോ. അതിനകത്തുള്ള സാങ്കേതിക കാര്യങ്ങൾ 100 വട്ടം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിശദീകരിക്കപ്പെട്ട കാര്യമാണെന്നേ. കേരളത്തിൽ CPM ഒരു അജണ്ടയുണ്ട്. ഈ പറയുന്ന CPM-ന്റെ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ പ്രതിരോധിക്കുകയാണെങ്കിൽ അതിന് തയ്യാറില്ല. ഞങ്ങളത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? ഈ 3 ചോദ്യങ്ങളേ ഉള്ളൂ. തയ്യാറില്ലേ? ഈ ചോദ്യം അല്ല, തിരിച്ചതേ ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ടല്ലോ. സ്വരാജിനെ പോലൊരു നേതാവ് വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ നടത്തുന്നത് ശവം തൂക്കലാണ് എന്ന് പറയുമ്പോ, സ്വരാജിന്റെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് കാര്യത്തിൽ സ്വന്തം രക്തസാക്ഷിയുടെ ശവം തൂക്ക് നടത്തിയ പാർട്ടിയല്ലേ? ഇവർക്ക് എന്ത് ആധികാരികതയാണ്, ഇവർക്ക് എന്ത് അവകാശമാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ളത്? ആ പാർട്ടിക്ക് ഞാനാണ് ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ് ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച അങ്ങ് CPM-നെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഞാനാ ചോദിക്കുന്നേ. മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്, ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലേ, അയാൾ ഉത്തരം പറയാൻ പോകുന്നില്ല. ഒരു കാരണവശാലും ആ ഒരു മനുഷ്യൻ ഉത്തരം പറയാൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല. ഞാനും എൻ്റെ വീഡിയോ വഴി എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുന്നു, നിങ്ങൾ പിരിച്ച പണം എത്ര തുകയാണ്, പിരിച്ച ആപ്പ് എവിടെയാണ്, ഏത് അക്കൗണ്ടിലാണ് പൈസ? ഒന്നുകൂടി ആവർത്തിക്കുന്നു, എത്ര തുകയാണ് പിരിച്ചത്, ഏത് അക്കൗണ്ടിലാണ് പൈസ, പിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആപ്പ് എവിടെ? ഈ 3 ചോദ്യത്തിനും കൃത്യമായിട്ട് ഉത്തരം തരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടെങ്കിൽ എനിക്ക് ഉത്തരം തരണേ. കമൻ്റായിട്ട് ഉത്തരം തന്നാൽ മതി. അവർക്ക് ഞാനൊരു നല്ല സമ്മാനം നൽകുന്നതായിരിക്കും. ഒപ്പം അഡ്രസ്സ് കൂടി എഴുതിയിട്ടണേ. വീട്ടിലേക്ക് എൻ്റെ വക സമ്മാനം എത്തിയിരിക്കും, ഒരു സംശയമില്ല. നോക്കാം. ബൈ.